ടോമേ താ കോഫി കുടിക്കേ. എന്താ നോക്കുന്നേ? എന്ത് ശരിക്കണ ഇതെന്ത് കഷ്ടാ? എനിക്ക് ടോമിന്റെ മുഖത്ത് നോക്കി ചിരിച്ചൂടെ? ഓ ചിരി ചിരി ചിരി. എന്താണ് ഇത്? ഫാഷന്റെ പരസ്യോ? ഇതൊരു കഷ്ടായല്ലോ. എടോ, ഭാര്യക്ക് ഭർത്താവിന്റെ മുഖത്ത് നോക്കി എപ്പ വേണമെങ്കിലും ചിരിക്കും. അതിനിപ്പോ എന്താ പ്രശ്നം? ഒരു വർഷമല്ല ചിരിച്ചോ. നീ എന്തെങ്കിലും പറയാ, എനിക്ക് ടെൻഷൻ അടിക്കുന്നു. നീ ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോ നീ എന്തെങ്കിലും നീ ശരിക്കും കാര്യം പറയാൻ തന്നെയാണോ നീ? വേറെന്താ? അറിഞ്ഞില്ലേ? ടോം ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല. അതെ, അടുത്ത ആഴ്ച ഹണിമൂണിന് പോണോ? അതൊന്നും അല്ല ടോം. പിന്നെന്താ? ഒരു കാര്യം പറയട്ടെ. നീ ഇപ്പൊ തന്നെ ചിരിച്ച് നല്ല ലാഗായി. അടുത്ത ആഴ്ച നമ്മുടെ ജെറി ഇങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ അനിയൻ എന്തിന്? അവന്റെ ബാംഗ്ലൂർ കോഴ്സ് ഒക്കെ കഴിഞ്ഞത്രേ. കഴിഞ്ഞെങ്കിൽ അവനടുത്ത് അവിടെ വല്ല ജോലിക്ക് കയറാൻ പറ. ഇങ്ങോട്ട് എന്തിനു പറഞ്ഞത്? അവന് ഇവിടെ ഇനി എന്തോ കോഴ്സ് ചെയ്യാനുണ്ട് പോലും. അപ്പൊ അത് വീട്ടിൽ പറഞ്ഞു. പപ്പയ്ക്ക് സമ്മതമല്ല. എനിക്കും സമ്മതമല്ല. മമ്മിയോട് പറഞ്ഞപ്പോഴാ മമ്മി പറഞ്ഞത് ശരി, നിന്റെ ഇഷ്ടം പോലെ പഠിക്കുക, എന്നാ പിന്നെ ഇവിടെ നിന്നും കൂടെ പഠിക്കാമല്ലോ എന്ന്. അതുകൊണ്ടാ ഞാൻ എങ്ങനെ നോ പറയുന്നത് ടോം. എടി, ഇവിടെ ഇഷ്ടം പോലെ ബന്ധുക്കൾ. നിങ്ങൾക്ക് നാളെ നിങ്ങളെ ബന്ധുക്കളല്ലേ? അവിടത്തെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവരത് സഹിക്കാൻ പറയാം അവനെ കുറച്ചാള്. അങ്ങനെ എല്ലാ ബന്ധുക്കൾക്കൊന്നും ഇവനെ ഇഷ്ടമല്ല, ഇവനും ഇഷ്ടമല്ല. ഇവന്റെ വൈബ് എന്തോ വേറെ എന്തോന്നാ പോലും പറയുന്നത്. വൈബ് എന്റെ വായി നോല കേൾക്കും കേട്ടോ. വൈബ് അവിടെ പോലെ ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പറയാം. അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. അവിടെ അത്ര വലിയ സെറ്റപ്പും വൈബും ഒന്നും ഇല്ല പോലും. അപ്പൊ എന്റെ നെഞ്ചത്തെ അവന് വൈബ് കിട്ടുള്ളൂ, എനിക്ക് മനസ്സിലായി. അതല്ല, കണ്ട ചെറുക്കന്മാരുടെ കൂടെ മോശപ്പെട്ട കൂട്ടിനൊക്കെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? അത് കറക്റ്റ് ആണ്. ഇവിടെ ആകുമ്പോ അവന് എന്നെ നശിപ്പിക്കാമല്ലോ. ഏതായാലും അമ്മയും മോളും കൂടെ തീരുമാനിച്ചല്ലോ, പിന്നെ അവൻ വരട്ടെ അവൻ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഹിന്ദിയും ഉണ്ടാ നിന്റെ ഈ മാട്ട കോഫിക്ക് ഈ ചിരിക്ക് ഇത് തന്നെ ധാരാളം. പറയുന്ന മുഴുവൻ കേക്കോ പ്ലീസ്. ശരി പറ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ ദിവസമായില്ലേ? ആയല്ലോ. എനിക്കാണെങ്കിൽ മമ്മിയെ കാണാനായിട്ട് ഭയങ്കരമായിട്ടും കൊതി തോന്നുവാ. നാളെ ആണെങ്കിൽ പപ്പ വീട്ടിലില്ലാന്ന് മമ്മി വിളിച്ചു പറഞ്ഞേ. നമുക്കൊന്ന് നാളെ വീട് വരെ പോയി മമ്മിയെ ഒന്ന് കണ്ടിച്ചു വന്നാലോ? പോണേ, അത് ശരിയാവൂല. വീട്ടിലൊന്നും പോയ ഇപ്പൊ ശരിയാവൂലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മളെ പള്ളിയിൽ പോവല്ലേ, പോണ വഴിക്ക് മമ്മിയും കൂടെ കയറി കാണാം. സത്യാണോ? ശരി, റെഡിയാകും. ഓ ശരി, ഞാൻ റെഡി ആയിട്ടെ. ഓക്കെ. എന്താ അമ്മച്ചി? അമ്മച്ചി എന്തൊരു ഒരു മനനിമ്മതിയില്ലാത്തോലെ എന്തൊരു മണി ഞാൻ അഴിച്ചോട്ടാ. എന്തോന്ന് മോണി കെട്ടി മണി ഇരിക്കാനല്ലേ? അതല്ല, പിന്നെ അവരെവിടെ പോയി? ആര്? ഇവിടെ താമസിക്കണം പിള്ളേരാ. അവനൊക്കെ രാവിലെ രണ്ടും കൂടെ പള്ളിയിലൊന്നും അല്ല, ചുമ്മായില് എവിടെ പോണെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാണ്. അവര് വരുമ്പോ എന്നെ ഒന്ന് കാണാൻ പറ. പിന്നെ കലിപ്പോട്ടേക്കാവാൻ ഞാൻ പറഞ്ഞ അവന്റെ സ്ഥാപനം വെളിയേറിയ. അതല്ല, പിന്നെ നമ്മുടെ പാർക്കിങ് അവർക്ക് കൊടുത്ത മണ്ടത്തരായി പോയോന്ന്. എന്റെ പൊന്ന അമ്മച്ചി, ഞാൻ ഇത് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അമ്മച്ചി ഭയങ്കര മണ്ടത്തിലെത്തിയാ ഭയങ്കര മണ്ടത്തിലായി പോയി. ലോകെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള കൂതറകളിൽ ഇതിലൊക്കെ നടന്നു പോണവന്മാര് അമ്മരൊക്കെ എത്തി എൻ്റെ അടുത്ത് ചോദിക്കണ്, ഈ സിംഹാസനത്ത് ഒഴിഞ്ഞെടുക്കണ അമ്മച്ചിയുടെ കാറ് വിറ്റാന്ന്.
വിറ്റോന്നോ? പിന്നല്ലാതെ ഇല്ല, കുതിരയൊക്കെ കാണല്ലേ വണ്ടി ഇതിന്റെ ഇടയിൽ കിടക്കുന്ന കാര്യം. അമ്മച്ചി ഞാൻ ഉള്ള കരയില് നമ്മളെ കാറ് അല്ല അമ്മച്ചിയുടെ കാറ് കിടക്കേണ്ടത് ഈ വീട്ടിന്റെ ഈ വലിയ പാർക്കിങ്ങല്ലാണ്. അമ്മച്ചി കയറും ഈ വെളുത്ത വീട്ടില് നമ്മളെ ഈ കറുത്ത കാറില്ലേ, നമ്മളെ ഈ കറുത്ത കാറ് അവിടെ കിടക്കുന്ന കാണാൻ തന്നെ ചന്തോ തരേ അമ്മച്ചി. എന്ത് അപ്പൊ നീ അവരോട് പറ അവരുടെ കാർ ഇനി മുതൽ പഴയ സ്ഥലത്ത് ഇട്ടാ മതി. എന്തിന് നമ്മളെന്തിനാ അവരുടെ അടുത്തേക്ക് ഇതൊക്കെ ചോദിക്കാന്നിങ്ങനെ? ഇത് എന്റെ പൊന്നമ്മച്ചി, ഈ വീട് അമ്മച്ചിയുടെ വീട്, ഈ പാർക്കിങ് അമ്മച്ചിയുടെ പാർക്കിങ്, ഈ പാർക്കിങ്ങും അമ്മച്ചിയുടെ പാർക്കിങ്. നമ്മളെന്തിനാ ഇവരുടെ ചോദിക്കപ്പോ? അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവരൊക്കെ തിരിച്ചു ചോദിക്കാൻ പറ്റും. ഈ റെസിഡൻസ് അസോസിയേഷനിലെ ഒരുത്തം പോലും അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കില്ലല്ലോ. ചോദിക്കൂ കണ്ടിരിക്കുന്ന ഇപ്പൊ ഉണ്ടാവും ചന്തം തന്നെ കേട്ടോ. ഇപ്പൊ എനിക്കറിയാം അമ്മച്ചിയുടെ മനസ്സിലെന്താണ്. ഞാൻ ഈ നമ്മളെ കാരണം ഞാൻ തലയിച്ചമെന്ന് അവിടെ കൊണ്ടുവയ്ക്കും. ആ നീ തലയിലൊന്നും ചുമന്നോണ്ട് പോണ്ട, മര്യാദക്ക് എടുത്ത് പാർക്ക് ചെയ്തിട്ടാ മതി. തലയിച്ച നാക്ക് പിഴച്ചു പോയതല്ലേ, തലയിച്ച മുക്കാൻ പറ്റുമോ നമ്മളെ കാറ്? ആന നിൽക്കുമ്പോ കിടക്കല്ലേ അങ്ങാറ്റം വരെ. ഇല്ല മറ്റേ എല്ലാ തീപ്പെട്ടി കൊള്ളെടുത്ത വണ്ടി ആയിരുന്നു ഞാൻ കാലടക്കി അടിച്ച് നിർത്തി കെട്ടിട്ടെന്നെ. നിർത്തി പറഞ്ഞേ ചെയ്യേ. ഓ വള്ളി പോയ വരട്ടെ അവന്റെ കാറ് പോ, നമ്മളെ വണ്ടി എവിടെടാ? ഇതെന്താ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നേ? വണ്ടി അതിവിടെ പാർക്ക് ചെയ്യണമെന്ന് തോന്നി ഇവിടെ പാർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ടോം ഇത് കണ്ടോ? നമ്മളിവിടെ പാർക്ക് ചെയ്ത് പറഞ്ഞല്ലേ? ആര് ഇട ഈ വണ്ടി ഈ വീടിന്റെ മുതലാളിക്ക് വണ്ടി ഇവിടെ പാർക്കണമെന്ന് തോന്നി അവരിവിടെ പറക്കി, അവിടെ പാർക്കണമെന്ന് തോന്നി അവിടെ പറക്കി, അതിന്റെ അപ്പുറത്ത് പാർക്കണമെന്ന് തോന്നി അതിന്റെ അപ്പുറത്തുണ്ട് അവര് പറക്കി. ഇത് ആന്റി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് വണ്ടി ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തോളാം. ആന്റി അത് വാക്ക് തന്നെയാണല്ലോ. ഇട വാക്കല്ലാതുള്ളൂ, നിനക്ക് വരവൊന്നും തന്നില്ലല്ലോ. ഇടി വീട്ടിന്റെ ഓണറില് അവർക്ക് തീരുമാനിച്ചു അവരെ വണ്ടി എവിടെ ഉണ്ടെന്ന്. അവരാണ് നമ്മളത് പറഞ്ഞു വിട്ടോളെ. എപ്പോ പറഞ്ഞേ? എന്റെ പൊന്നുമക്കളെ, നിങ്ങള് വിവരം വിദ്യാഭ്യാസം ഉള്ളവരില്ലേ, നിങ്ങക്ക് ചിന്തിച്ചൂടെ? ടോമേ, ഈ പുള്ളിക്കാരൻ സംസാരിച്ച ഒരു കാര്യമില്ല. മൂക്കറ്റ വെള്ളം അടിച്ച് നട്ടപ്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമുക്ക് അതിനോട് സംസാരിക്കാം അങ്ങോട്ട്. അപ്പൊ നീ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അണ്ണൻ വെള്ളം അടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷെ നട്ടപ്രാന്ത് അത് മാത്രം പറയില്ല. ഇവിടെ സത്യമായിട്ട് പറയില്ല, അതുകൊണ്ടാണ് പറഞ്ഞേ. നിങ്ങള് വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടികളില്ലേ, നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ പറ്റൂടെ? അപ്പൊ ഞാൻ മോളിപ്പോ സംസാരിച്ചോളാം. ഇതെവിടെ പോണേ? നിങ്ങക്ക് ഇഴിയൊക്കെ തന്നിട്ടുള്ളില്ലേ? അതല്ല ഇവിടെ ബോർഡ് വെച്ച് തള്ളി പിടിച്ചോണ്ട് കയറി പോവാ, അവിടെ ബോർഡ് വെച്ചേക്കല്ലേ. നിനക്ക് സ്ത്രീധനം കിട്ടിയടാ ഈ വീട് കയറി പോകാനായിട്ട്? ഇവിടെ നില്ലേ, ഞാൻ പോയി ചോദിക്കാം. നിങ്ങൾ ചോദിക്കട്ടെ, നമുക്കറിയാം ചോദിക്കാം. ആ പാർട്ടാൻ ശരിയല്ല, ഞാൻ പോയി അമ്മച്ചിട്ട് സംസാരിച്ചിട്ട് ചോദിക്കും നിനക്ക് കയറി വരാൻ പറ്റുമോ ഇല്ലെന്ന്. എന്നിട്ട് കയറി വരാവും, മനസ്സിലായില്ലേ? അണ്ണൻ പോയി ചോദിച്ചിട്ടോ ഇവിടെ ഇല്ല സമാനം ഉണ്ടാക്കാം അവിടെ നില്ലേ. എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അടിച്ചു ഓങ്ക്രീം വല്ലതും ചോദിക്കാൻ പറ്റൂ? ആന്റി ഒന്നും പറഞ്ഞില്ല. അല്ല, കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞിട്ടാണ് വണ്ടി അവിടെ നിന്ന് മാറ്റിയിട്ടത്. അല്ല, ആന്റിയാണ് നമ്മളത് പറഞ്ഞ അവിടെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞത്. പറഞ്ഞു, അന്ന് അങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചിട്ട് സ്ഥിരമായിട്ട് അവിടെ വണ്ടി ഇട്ടോളാനാണോ? നീ ഇവിടെ വന്നിട്ട് 4-3-7 ദിവസമല്ലേ ഉള്ളൂ, എന്നിട്ടാണ് നിനക്ക് ഇത്ര ആകാരം തരടേ. ഇത്ര ഞാൻ പഞ്ചരില്ല അമ്മച്ചി. ഇപ്പൊ പാർക്കിങ് ചോദിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോ കാറ് ചോദിക്കും, 4 ചോദിക്കും. ഈ വീടിന്റെ പ്രമാണം ഇവന്റെ വില എഴുതി കൊടുക്കാൻ പറയും. നമുക്കാണെയും വീടും കാറും ഒന്നും വേണ്ട, നമ്മളിതൊക്കെ കണ്ടിട്ട് തന്നെ വന്നത്. നീ കണ്ടിട്ടെന്ന് പറയുമ്പോ അമ്മച്ചി കണ്ടിട്ടെന്നാ നീ പറഞ്ഞ? ഇവിടെ രാജകുമാരി ഏട്ടാ, രാജകുമാരി ഇരിക്കുന്ന അറിയാമോ നിനക്ക്? ഇവിടെ നിനക്കറിയാമോ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബാംഗ്ലൂരിത്തെ
കാർ ഒറ്റയ്ക്ക് ഓടിച്ചു വന്നിട്ടുണ്ടാ എന്റെ അമ്മച്ചി. മണി തള്ളി കുറച്ച് കുടിപ്പോയ. കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും നാളെ എൻ്റെ വണ്ടി അവിടെ കിടന്നു, ഇനി അവിടെ തന്നെ കിടക്കും. അതിനൊരു മാറ്റവും ഇല്ല. അമ്മച്ചി പറഞ്ഞാണ് അവസാന വാക്ക്. ആ ഒറ്റ വാക്കിൽ നമ്മൾ തോർത്തുമുണ്ട് അടിച്ച് ബിസിനസ് ഉറപ്പിക്കണം. ഇനി ആ വണ്ടി അവിടെ നിന്ന് മാറ്റുന്ന പരിപാടിയില്ല. ഇനി അമ്മച്ചിയുടെ കാറ് അവിടെ കിടന്ന് തുരുമ്പിച്ചാണ് ശരിയല്ല. അല്ല മാറ്റിരുന്ന് പറഞ്ഞാണ്, ഞാൻ വേറൊന്നും കൊണ്ടല്ല. ആ അമ്മച്ചിക്ക് ആ ദേഷ്യം വരുമ്പോണ്ടല്ലേ. അമ്മച്ചി കോവിഡ് ക്ഷേപണ സമയത്ത് ഒരു എലിസബത്ത് രാജ്ഞിയുടെ ലുക്കാണ്. ഈ പരട്ട തള്ളക്ക് ഓരോ സ്വഭാവമാണ് കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറ്റുന്നത്. ആ ഇല്ലൊക്കത്തെ ചേച്ചിമാര് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അസലൊരു ദുർവർത്തി മാതാമ തന്നെ. അതൊക്കെ പറയുന്നീ ഈ ക്രവിക്കാണെങ്കിൽ ഒടുക്കത്തെ ചെവിയാണ്. അല്ലെങ്കിൽ പിന്നെ മണി അടിച്ചോണ്ട് വരും. വല്ലാത്തൊരു ഏടാ കൂടെ തന്നെ. ഞാൻ ഒരു കാര്യം പറഞ്ഞെന്തെങ്കിലും തോന്നുന്നു. എന്താ? മനുഷ്യന്റെ ഏറ്റവും മോശം സമയത്താണ് മനുഷ്യൻ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് പറഞ്ഞത്? അങ്ങനെയല്ല, അതാണ് പറഞ്ഞ ഒന്നും തോന്നല്ലെന്ന്. ഞാൻ ഒരു പൊതു തത്വം പറഞ്ഞാണ്. അത് കാര്യം പിടിക്കല്ലേ ഇപ്പൊ ഉടനെ. ഒരു തത്വം പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ആദ്യം ഈ പ്രശ്നത്തിന് പരിഹാരമാണ് നമുക്ക് കാണേണ്ടത്. അയ്യോ, അതാണ് എന്റെ പൊന്നോ ഞാൻ ഇവിടെ ആലോചിക്കുന്നത്. എന്നിട്ട് വല്ല നടക്കുവോ? എന്നിട്ട് വല്ല നടക്കുന്നത് ചെയ്തത് നമ്മളെ കഴിക്കുന്നത് തീരെയൊന്നുമില്ല. ഇതും എനിക്കല്ലേലും അറിയാം നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്ന്. ഇങ്ങനെ ഒരു പ്രശ്നത്തിലായതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരാളുണ്ടായിരുന്നു, അതാണ് പി ജോർജ്, എന്റെ അപ്പച്ചൻ. നല്ല ആള്. നിന്റെ അപ്പം ഭയങ്കര കാട്ടാൻ അവിടെ വന്ന എല്ലാം കുത്തി മലത്താനുണ്ട്. ചുമ്മാ എരടി അങ്ങോട്ട്. അതിപ്പോ എന്റെ അപ്പം വന്നാലും പോയി. നല്ല മനുഷ്യൻ ഇങ്ങോട്ട് വന്നാൽ ഈ അവസ്ഥ തന്നെ ആയിരിക്കും. നമ്മൾ റോൾ കയറി തന്നേണ്ട വരും തന്റെ അപ്പം വന്നാല്. നിന്റെ അപ്പം വന്നാൽ അവിടെ ഉരുട്ടി മറിക്കും. എന്റെ അപ്പം വന്നാൽ നീ കൂടെ കിടന്ന ആളാവല്ലേ. ഇനി പിടിക്കാത്തതുകൊണ്ടാണ്. പിടിക്കണ്ട. എന്നിട്ട് പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴേക്കും മോളിൽ നോക്കി കണ്ണു വിളിച്ചിരുന്നോ? അതെ ടോമി, ഞാനൊരു കാര്യം പറയാം. സമാധാനത്തോടെ ആലോചിക്ക്. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒരാളുണ്ട്, പുള്ളി വന്നാലേ ഇവരെല്ലാ ചാട്ടവും തീരും. അതാര്? അതുകൊണ്ട് ധാരുണ്ടാക്കിയതല്ലേ? ഞാനാ. ആണാ? എന്താ കൊള്ളാം. എടാ ടോമേ, നിന്റെ വിരൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എടാ, ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഫോൺ എടുത്ത് തോണ്ടിയിട്ട് എന്നെ വിളിച്ചൂടെ? ഞാൻ അപ്പം ഇവിടെ പറഞ്ഞെത്തിയ ആ പ്രശ്നം പരിഹരിക്കൂലേ? എൻ്റെ മോളെ ഇതിലും വലിയ എന്തോരം പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിൽ ഒതുക്കിയിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെയാണ് ഈ നിസ്സാര പ്രശ്നം. എടാ, നിന്റെ അപ്പച്ചൻ പറഞ്ഞു തന്നിട്ടില്ലേ രാഷ്ട്രീയത്തിലെ എൻ്റെ വീരകഥകള്? എന്താ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ മോളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് അവൻ്റെ പേട്ട് തലയിൽ നല്ല കാര്യങ്ങളൊന്നും വരത്തില്ല. സത്യം. മോളെ, രാഷ്ട്രീയത്തിലൂടെ ഞാൻ പ്രവേശിക്കുന്ന സമയം എൻ്റെ നല്ല സമയം. ഒരു ദിവസം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു ധർണ. അന്നത്തെ ഒരു SI ഉണ്ട്, ശരി തിളപ്പന. ആരെ കിട്ടിയാലും ഇടിയ, ചോദ്യം പറച്ചിലൊന്നുമില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ട് ഇടിയ. അങ്ങനെ ഞങ്ങൾ ധർണ കൂടിക്കൊണ്ടപ്പോൾ ഇയാൾ വന്ന് ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. ഒരു സൈഡിൽ നിന്ന് ഇടി തുടങ്ങി. ആദ്യം നേതാവിനെ ഇടിച്ചു, അത് കഴിഞ്ഞ് ബാക്കി നിൽക്കുന്ന അണികളെ ഇടിച്ച് വന്ന അടുത്ത് എൻ്റെ ഊഴായി. എൻ്റെ നേരെ കൈ ഇങ്ങനെ ഓങ്ങി. ഞാൻ പറഞ്ഞു, സാർ നിർത്ത സാർ എന്നെ തൊട്ട് കഴിഞ്ഞാൽ സാർ ഈ കാക്കിന് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇടേണ്ടി വരില്ല, ഇടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സാറൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അണികളെയും പിള്ളേരെ ഞാൻ കൊണ്ടുപോയി സാറിന് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നു പറഞ്ഞു. ഞാൻ എൻ്റെ അണികളെയും പിള്ളേരെ എല്ലാവരും നേതാവിനൊക്കെ കൊണ്ടങ്ങ് പോയില്ലേ. ഒന്നും പറഞ്ഞില്ല. എന്താ പറയാ, കസേരയിൽ ഇങ്ങനെ നോക്കിയിരുന്നു, സാർ ഒന്നും ചെയ്തില്ല. പിന്നെ ഭയങ്കര സംഭവം പോയി കേട്ടോ ടോമി. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ, അടിയും ഇടിയും ആക്ഷനും. മോളെ, ഇനിയൊരു സത്യം പറയട്ടെ, എൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിയിട്ട് അതൊരു സിനിമയാക്കി കഴിഞ്ഞാൽ 100 ദിവസം ഹിറ്റടിക്കുന്ന ഒരു ഉഗ്ര സിനിമയാവൂലേ? കറക്റ്റ് കാര്യമാണ്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം. ഇവിടെ ജീവിക്കാൻ വയ്യ.
എടേ ഇതിലും വലിയ സംഭവങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെയാണ് ഈ നിസാരം ഒരു മദാമ. കണ്ട ഒരു പൂ പറിച്ച് ഇങ്ങനെ കളയണ ലാഘത്തോടു കൂടി ഞാൻ സോൾവ് ചെയ്ത് തരൂലേ. അയ്യോ എന്റെ പൊന്നിച്ചായ, നമ്മളിവിടെ പേടിച്ചിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഒന്ന് ശബ്ദം കിട്ടി എന്തെങ്കിലും സംസാരിച്ചോ അപ്പ മുകളിൽ നിന്ന് മദാമ്മയുടെ മണി അടിക്കും. മണി ആ മണിയാണ് പ്രശ്നം. ആദ്യം ഇവിടെ വേറൊരു മണിയുണ്ടല്ലോ, ആ ആ മണിയെ ഒതുക്കിയാൽ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങളും തീരുമെന്നാണ് എന്റെ ഒരു രാഷ്ട്രീയ നിഗമനം വെച്ചത്. അത് ആ കാര്യം കറക്റ്റ് ആണ് ചായ. അവനാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. പരിഹാരമുണ്ട്. ചായ കുടിച്ചേട്ടെ മോളെ, പഞ്ചസാര ഒരുപാട് കിട്ടാറുണ്ടല്ലേ? തുടക്കമല്ലേ, പിന്നെ ശരിയായിക്കോളും. ഇപ്പൊ വേണ്ട. കാര്യം വളരെ നിങ്ങളകത്ത് കയറി പോയിക്കോ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കയറി പോകും നിങ്ങളകത്ത് പോകോ. താനാണോടോ മണി? ആണെങ്കിൽ മണിയുടെ മുഴക്കം അല്പം ഒന്ന് കുറയ്ക്കേണ്ടി വരും. അല്ല അതുവരെ നമ്മളെ ഇത് കണ്ടിട്ടാ നിനക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ വെള്ളയിട്ട് ഒരു കൂതറ ഗജരാജൻ അവൻ കാരണമാണ് ഞാൻ ഇപ്പൊ ഈ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഗജരാജനൊന്നുമല്ല, നടരാജൻ. വാപ്പ നിങ്ങള് ബ്രദേഴ്സാണല്ലേ. അത് നടരാജൻ, നിങ്ങള് ഗജരാജൻ. ഞാൻ ഗജരാജനൊന്നുമല്ല. പിന്നെ ഗജരാജൻ എവിടെ? ഗജരാജൻ ഗജമേളയ്ക്ക് പോയിക്കുന്നു. എപ്പോ? എടാ എന്റെ പേര് ക്ലീറ്റസ് മത്തായി. അപ്പോഴും രണ്ടുപേരുണ്ട്. 2 അല്ല 4 പേരുണ്ട്. അതെ, നീ കൂടുതൽ വളച്ചിലെടുക്കരുത് കേട്ടാ. ഈ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ എന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ? അത് ഹെൽമെറ്റും ഇല്ലാതെ. എന്റെ പൊന്നണ്ണ, ഈ തലയ്ക്ക് പാകമായിട്ടുള്ള ഹെൽമെറ്റ് ഒരൊറ്റ കമ്പനി ഇറക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വാ, എനിക്ക് വെച്ചാ. നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. കണ്ടാ ഞാൻ ഈ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നിന്നെ പൊക്കി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇടുവേ കേട്ടാ. പോലീസ് പുല്ല് അണ്ണ ഇവിടുത്തെ സ്റ്റേഷനിൽ അന്വേഷിച്ചു. ഈ തൊട്ടടുത്ത സ്റ്റേഷനില് 3 കേസ്, അപ്പുറത്തെ സ്റ്റേഷനില് 4 കേസ്. അതെ മതി, ഇതിന്റെ വർത്താനം നിർത്ത്. ഞാനിപ്പോ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ പറ്റി ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. പാർട്ടി ഓഫീസ് DDT എന്ന പാർട്ടിയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ആ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു സംസ്ഥാന നേതാവാണ് ഞാൻ, ക്ലീറ്റസ് മത്തായി. കേട്ടോ, ആ പരാതി കേട്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങള് പാർട്ടിക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച ചങ്ക് പറിച്ചങ്ങ് തരും. പക്ഷേ നോവിച്ച പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല, കേറി അങ്ങ് നിരങ്ങുവേ കേട്ടാ. അതാണ് ഞങ്ങളുടെ രീതി. അല്ല സാറാ, അത് വെറുതെ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പോരല്ലോ, നേരിട്ടൊന്ന് ആളിനൊന്ന് കാണാമെന്ന് കരുതി. അല്ല, എന്നെ വെറുതെ പേടിപ്പിച്ചാൽ ഞാൻ പേടിക്കുന്നത്. അങ്ങനെ വലിയ ആളൊന്നും അല്ലേ ഞാൻ. ഞാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ താഴെ വാടകയ്ക്ക് താമസിക്കുന്ന 2 പിള്ളേരുണ്ടല്ലോ, അത് എനിക്കും എന്റെ പ്രസ്ഥാനത്തിനും വേണ്ടപ്പെട്ട പിള്ളേരാണ്. അവർക്കൊരു ബുദ്ധിമുട്ടോ ഒരു കുറവോ ഉണ്ടാവരുത്. എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും വീഴ്ച വന്നു എന്ന് ഞാൻ അറിഞ്ഞ മണി ഇല്ല, ഒരു പ്രശ്നം മണി മുഴങ്ങൂല. സാറിന്റെ ആളറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെ കാര്യം ഞാൻ നോക്കൂ. എന്റെ സ്വന്തം പിള്ളേരെ പോലും ഞാൻ നോക്കും സാർ. ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ സാർ. ജയ് DDT പാർട്ടി. DDT എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ. പോട്ടെ സാറേ. അല്ലേ ഈ മൂക്കറ്റം വലിച്ചിട്ട് നീ ഇനിയും സ്കൂട്ടർ എടുത്തോണ്ട് പോകുന്നു? സാറേ, ഈ തൊട്ടടുത്ത ബിവറേജിൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. അവന് പനിയാണ്. അവൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് അവൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞ് അവന് ടച്ചിങ് അല്ല കഞ്ഞി പയറോ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നാലേ ഉള്ളൂ. പോട്ടെ സാറേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ജയ് DDT പാർട്ടി. DDT എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. DDT ഇവനെ നമ്മുടെ പാർട്ടി ചേർത്താൽ പാർട്ടിക്ക് ഗുണമുണ്ടാവും. വരട്ടെ, എത്തിയാൽ മതിയായിരുന്നു.
എന്റെ അച്ഛൻ അടിപൊളി മെഗാ മാസ്. ഇതെന്തായിരുന്നു ഇവിടെ? എടേ ഇതൊന്നുമില്ല, ഇത് വെറും ഒരു സാമ്പിള്. ശരിക്കുള്ള കളി ഇനി കാണാൻ പോണേ ഉള്ളൂ. ആ മണിയുടെ കിളി പറന്നുപോയി. കിളി മാത്രമല്ല, ഇനി മണിയും പറന്നു പോകും. എങ്ങനെയെങ്കിലും ഇവരെയും കൊണ്ട് ഒതുക്കി തന്നാ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചു പോകാം. എടാ നീ ധൈര്യമായിട്ട് നില്ല്. ആ മദാമയുണ്ടല്ലോ ഒതുക്കി ചില്ലും കൂട്ടിനകത്ത് ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അതാണ് അച്ഛൻ. അത് മതി, അത് മതി. എന്താ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ മണിയാണ് പ്രശ്നം അല്ലേ? നോക്കിക്കോ, ഞാൻ അങ്ങോട്ട് പോകാൻ പോവാണ്. നിങ്ങൾ എന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ ഇവിടെ വരണ്ട, അതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ മിണ്ടാതെ ഇവിടെ ഇരിക്കുക. ഇത് ഒടുക്കത്തെ മണിയടിയാണ്. ഇനി ഈ വീട്ടിൽ ഈ മണി ശബ്ദം ഉണ്ടാവും കേട്ടാ. അകത്തേക്ക് കടക്കരുത്, താല്പര്യമില്ല. അവരെ താല്പര്യം ഇവിടെ ആര് നോക്കുന്നു? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. എന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അവിടെ നിന്നാൽ മതി. അച്ഛാ ഒന്നും പറഞ്ഞില്ലേ? എങ്ങനെ പറയൂടെ? വാതറൊക്കെ സമ്മതിക്കണ്ടേ പെണ്ണുമ്പോ? എന്തായാലും ഈ കണക്കിന് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളെ കണ്ടല്ലോ പൂട്ട് പൂജിക്കണം. ഇങ്ങനെ ഒരു പെണ്ണുമ്പോളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടാ. അയ്യോ, ആ മണി എനിക്കുള്ളതാണ്. പ്രത്യേകം പറഞ്ഞ് അടുത്ത അടിക്കുന്ന മണിയോടുകൂടി ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. അല്ല അച്ഛാ, നമ്മളാരും എന്ത് ചെയ്യും? നിങ്ങളെ കാര്യം എന്തോന്ന്? വല്ലവരുടെ വീട്ടിൽ വന്ന് അടങ്ങി ഒന്ന് ജീവിക്കാൻ നോക്കണം. അല്ലാതെ അട്ടാസവും കച്ചടയും കാണിച്ചിട്ട് കിടന്ന് എന്നിട്ട് അവരെ മോശക്കാരായിട്ട് പറയണത് നിന്റെ കുഴപ്പമാണ്. നീ ഒറ്റ എടുത്ത് അടങ്ങിയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും കേട്ടേ.